വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിൽ നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ ഈ മേഖലകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം എന്താണ്, അതേപോലെ തന്നെ പൊതുകടത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്, ദെൻ റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. പബ്ലിക് ഡെപ്റ്റ് റെഫേഴ്സ് ടു ലോൺ റൈസ്ഡ് ബൈ എ ഗവൺമെൻറ് വിത്തിൻ ദ കൺട്രി ഓർ എ ഫോം ഓഫ് പ്രോമിസ് ഔട്ട്സൈഡ് ദ കൺട്രി. ഓക്കെ, പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് റൈസ് ചെയ്യുന്ന ലോണാണ് അല്ലേ. ഗവൺമെൻറ്റിന് അവരുടെ റവന്യൂ കുറവാവുകയും എക്സ്പെൻഡിച്ചർ കൂടുതലാവുകയും ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കടമായിട്ട് ഇൻഡിവിജ്വൽസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ എക്സ്റ്റേണലായിട്ടോ കടം വാങ്ങിക്കാറുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് വാങ്ങിക്കുന്ന കടത്തിനെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. Okay, according to Philip E. Taylor, the debt is in the form of promise by Treasury to pay the holders of these promises a principal sum and in most instances interest or on that principal. That is the definition given by Philip E. Taylor. According to Finlay Shiraz, national debt is a debt which the state owes to its subject or nationals or other countries. Okay. അപ്പോൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഗവൺമെൻറ് റൈസ് ചെയ്യുന്ന ലോണിനെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡെഫിസിറ്റ് അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കടമെടുക്കാറുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ടു കവർ ബഡ്ജറ്ററി ഡെഫിസിറ്റ്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പബ്ലിക് ഡെപ്റ്റ് ഉപയോഗിക്കുന്നു. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പബ്ലിക് റവന്യൂ കുറവും പബ്ലിക് എക്സ്പെൻഡിച്ചറും കൂടുതലാവുകയാണെങ്കിലാണ് അവിടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ഗവൺമെൻറ്റിൻ്റെ ചിലവ് കൂടുതലും റവന്യൂ കുറവാകുന്ന അവസ്ഥയിലാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാവുക. ആ ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഡെഫിസിറ്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കടമെടുക്കാറുണ്ട്. അപ്പോൾ ദിസ് ഒബ്ജക്റ്റീവ് ഈസ് ടു കവർ ബഡ്ജറ്ററി ഡെഫിസിറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് അൺപോപ്പുലാരിറ്റി ഓഫ് ടാക്സേഷൻ. ടാക്സ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായത്തിൽ മങ്ങലേൽക്കുന്നതിന് കാരണമാവും. അപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ടാക്സ് വല്ലാണ്ട് വർദ്ധിപ്പിച്ച് റവന്യൂ കണ്ടെത്താനായിട്ട് ശ്രമിക്കില്ല. അപ്പോൾ ആ ടാക്സേഷൻ അൺപോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കടമെടുത്തുകൊണ്ട് ആക്ടിവിറ്റീസ് ഗവൺമെൻറ് ചെയ്യാറുണ്ട്. സോ അൺപോപ്പുലാരിറ്റി ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പബ്ലിക് ഡെപ്റ്റ്. ദെൻ നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ എക്കണോമിക് സ്റ്റെബിലിറ്റി. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പബ്ലിക് ഡെപ്റ്റ് ഉപയോഗിക്കുന്നു. ദെൻ ടു മെയിൻറ്റെയിൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക വികസനം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് ഡെപ്റ്റ് എടുക്കാറുണ്ട്. ദെൻ ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ് കണ്ടിൻജൻസീസ്. അൺഎക്സ്പെക്റ്റഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു വാറ്, അതേപോലെ തന്നെ ഫ്ലഡ് ഇവയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലഡ്, ഡ്രോട്ട് അല്ലെ, നാച്ചുറൽ കലാമിറ്റീസൊക്കെ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന എക്സ്പെൻസസൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ടു ഫിനാൻസ് വാർസ് അല്ലേ, യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കടമെടുക്കേണ്ടതായിട്ട് വരുന്നു. ദെൻ ടു ഫിനാൻസ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ഓക്കെ, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തുന്നതിന് വേണ്ടിയിട്ടും പബ്ലിക് ഡെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫോർ വെൽഫെയർ പ്രോഗ്രാംസ്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ടു ക്രിയേറ്റ് സോഷ്യൽ ഓവർ ഹെഡ്സ് അല്ലെ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ബെറ്റർ റിസോഴ്സ് അലോക്കേഷൻ. ബെറ്റർ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് ഡെപ്റ്റ് ഉപയോഗിക്കും. ദെൻ ക്രിയേറ്റ് എസെൻഷ്യൽ നോൺ ഇൻകം ഈൽഡിങ് അസറ്റ്സ്. ഓക്കെ, എസെൻഷ്യൽ നോൺ ഇൻകം ഈൽഡിങ് അസറ്റ്സ് നമ്മളുടെ എക്കണോമിയിൽ അത്യാവശ്യമായിട്ടുള്ള നോൺ ഇൻകം ഈൽഡിങ് അസറ്റുകൾ
നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നോൺ ഇൻകം യീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാഭേച്ഛയോടുകൂടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ ലാഭേച്ഛയോട് ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയായാലും അവിടെയൊന്നും ലാഭേച്ഛയോട് കൂടിയിട്ടല്ല ഇത്തരം അസറ്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരം അത്യാവശ്യമായിട്ടുള്ള അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പബ്ലിക് ഡെപ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. പബ്ലിക് ഡെപ്റ്റിനെ പൊതുകടത്തിന് ഏതെല്ലാം രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. വിവിധ ക്ലാസിഫിക്കേഷൻസ് നൽകിയിട്ടുണ്ട്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ്, വോളണ്ടറി ആൻഡ് കമ്പൽസറി, റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ, ഷോർട്ട് ടേം, മീഡിയം ആൻഡ് ലോങ് ടേം, ഫണ്ടഡ്, അൺഫണ്ടഡ്, മാർക്കറ്റബിൾ ആൻഡ് നോൺ മാർക്കറ്റബിൾ, ഗ്രോസ് ആൻഡ് നെറ്റ്. ദീസ് ആർ ദ മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ദെൻ അതിൽ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ്. ഇൻറ്റേർണൽ ലോൺസ് റേസ്ഡ് ഫ്രം ഇൻഡിവിജ്വൽസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് സെൻട്രൽ ബാങ്ക്സ് വിത്ത് ദ ഏരിയ കൺട്രോൾഡ് ബൈ ദ പബ്ലിക് അതോറിറ്റി. ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് അവരുടെ ഏരിയയ്ക്കകത്ത് നിന്ന് തന്നെ, ആ ഒരു ഏരിയ എവിടെയാണോ കൺട്രോൾ ചെയ്യപ്പെടുന്നത് അതിനകത്ത് നിന്ന് തന്നെ ഫണ്ട് ലോൺസ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് RBIയിൽ നിന്ന് കടമെടുക്കുന്നു, അതല്ലെങ്കിൽ മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് റേസ്ഡ് ഫ്രം ദ കൺട്രി, സോ ഇറ്റ് ഈസ് കാൾഡ് ഇൻറ്റേർണൽ ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ ആ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ലോൺസ് കണ്ടെത്തുന്നതിന് ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം പീപ്പിൾ ടു ഗവൺമെൻറ് വിത്ത് ദ കൺട്രി. അപ്പോൾ രാജ്യത്തിനകത്ത് തന്നെയാണ് ജനങ്ങളിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് ഫണ്ട്സ് മൂവ് ചെയ്യുന്നത്. അതിന് ഈ ഒരു ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നു. ദെൻ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഈസ് നോട്ട് അഫക്റ്റഡ്. ഓക്കെ, ഇൻറ്റേർണൽ ഡെപ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ പ്രൊഡക്റ്റീവ് സർക്കുലേഷൻ, എക്കണോമിയിൽ മണി സർക്കുലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്, കടമെടുക്കുന്നു, അത് ജനങ്ങളിലേക്ക് തന്നെ എത്തുന്നു. സോ ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വിൽ നോട്ട് അഫക്റ്റഡ്. ഓക്കെ, നമ്മളൊരിക്കലും മറ്റുള്ള ഗവൺമെൻറ്റുകൾക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പണം പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പണം ജനങ്ങളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു. സോ ദ മണി സർക്കുലേഷൻ അതാണ് അവിടെ നടക്കുന്നത്. സോ അതുകൊണ്ട് ഇക്കണോമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീനെ അത് വേസ്റ്റായിട്ട് അല്ലെങ്കിൽ ബാഡായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ്, എക്സ്റ്റേണൽ ലോൺസ്. എക്സ്റ്റേണൽ ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റേസ്ഡ് ഫ്രം ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഔട്ട്സൈഡ് ദ ഏരിയ കൺട്രോൾ ബൈ ദ പബ്ലിക് അതോറിറ്റി. ഓക്കെ, ആ ഒരു രാജ്യത്തിന് പുറത്തു നിന്ന് ഫണ്ട് കണ്ടെത്തുകയാണെങ്കിൽ, ലോണുകൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ലോൺസ് എന്ന് പറയും. നെറ്റ് പേയ്മെൻറ്റ്സ് ഗോ ഔട്ട് ഓഫ് ദ കൺട്രി ആസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, അല്ലേ? അതായത് രാജ്യം ആ ഒരു ലോണ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി എന്താണ്? അടയ്ക്കേണ്ടതായിട്ട്, മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. സോ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് സിൻസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ലോണ് പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ, എക്സ്റ്റേണൽ ആയിട്ട് കടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എല്ലാ ജനങ്ങളും അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ കടമെടുത്തത് തിരിച്ച് മറ്റുള്ള ഗവൺമെൻറ്റുകൾക്കാണ് അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ കടം എടുത്ത് പുറത്തേക്ക് പേയ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് അത് ഇക്കണോമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീനെ അഡ്വേഴ്സായിട്ട്, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ്. ദെൻ പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ്. Okay, productive debt are loans used for projects which yield income to government. Example, construction of steel plants, power projects. These debts are fully covered by assets. പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലോൺസ് യൂസ്ഡ് ഫോർ പ്രൊജക്ട്സ് വിച്ച് ഈൽഡ് ഇൻകം ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഇൻകം നേടിക്കൊടുക്കുന്ന, ഇൻകം ഈൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡെപ്റ്റുകളെയാണെന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കടമെടുത്തുകൊണ്ട് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ പ്രൊഡക്റ്റീവ് ഡെപ്റ്റ്സ് എന്ന് പറയും. ഓക്കെ, ഉദാഹരണമായിട്ട് സ്റ്റീൽ പ്ലാന്റുകൾ, പവർ പ്രൊജക്റ്റുകൾ ഇവയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഇപ്പോൾ സ്റ്റീൽ പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കടമെടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ഗവൺമെൻറ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊഡക്റ്റീവ് ഡെപ്റ്റ്. Then unproductive debt are loans used for projects which do not yield income to government. ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള ഇൻകവും വരുമാനവും നേടിക്കൊടുക്കാത്ത തരത്തിലുള്ള ഡെപ്സുകളെയാണ് അൺപ്രൊഡക്റ്റീവ് ഡെപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഫിനാൻസിങ് വാർ, അല്ലേ? യുദ്ധത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന തുക അതൊരിക്കലും പ്രൊഡക്റ്റീവ് അല്ല. അതായത് ആ യുദ്ധത്തിന് ചിലവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്ന് വരുമാനമൊന്നും ഗവൺമെൻറ്റിന് ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ ഫ്ലഡ് റിലീഫ്, ഇതൊക്കെ അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റാണ്. ദേ ആർ കാൾഡ്
ഡെഡ് വെയ്റ്റ് ഡെപ്സ് ആസ് ദേ ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്സ് അല്ലേ. അതായത് പുതിയതായിട്ടുള്ള ആസ്തികളൊന്നും ഗവൺമെൻറ്റിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഒരു ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതിന് ഡെഡ് വെയ്റ്റ് ഡെപ്സ് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ വോളണ്ടറി ആൻഡ് കമ്പൾസറി ഡെപ്റ്റ്. But in case of voluntary debts, people contribute to government's loans program without any compulsion. ഓക്കെ, ജനങ്ങളുടെ മേൽ നിർബന്ധിതമല്ലാതെ ഗവൺമെൻറ്റിലേക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് വോളണ്ടറി ഡെപ്റ്റ്. ഓക്കെ, നിർബന്ധിതമല്ലാതെ ജനങ്ങൾ സ്വമേധയാ ഈ ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഈ പ്രൈവറ്റ് എൻ്റർപ്രൈസസൊക്കെ എന്താണ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് എന്ത് കൊടുക്കാറുണ്ട്, ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെ വോളണ്ടറി ഡെപ്റ്റ് എന്ന് പറയുന്നു. ദെൻ കമ്പൽസറി ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിർബന്ധിതമായിട്ടുള്ള കടമാണ്. കമ്പൽസറി ഡെപ്റ്റ് ഇംപ്ലൈസ് ഗവൺമെൻറ് യൂസ് ഫോഴ്സ് ഓർ പ്രഷർ ഫോർ മേക്കിംഗ് പീപ്പിൾ സബ്സ്ക്രൈബ് ഗവൺമെൻറ് ലോൺസ് അല്ലേ. ഗവൺമെൻറ് ലോൺസ് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത് കണ്ടെത്തുന്നതിനെയാണ് കമ്പൽസറി ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വോളണ്ടറി ആൻഡ് കമ്പൽസറി ഡെപ്റ്റ്. Then redeemable and irredeemable debt. Redeemable debt are those for which the government is committed to repay at an appointed date അല്ലേ. ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടായിരിക്കും ഒരു ഡെപ്റ്റിന്. ആ ഒരു അപ്പോയിൻറ്റഡ് ഡേറ്റിനകത്ത് തിരിച്ചടയ്ക്കാം എന്ന ആ ഒരു എഗ്രിമെൻറ്റോട് കൂടിയിട്ട് വാങ്ങിക്കുന്ന ഡെപ്റ്റുകളെയാണ് എന്ന് പറയുന്നത് റെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ലോൺസ് ഫോർ വിച്ച് നോ കമ്മിറ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ആർ ഇറെഡീമബിൾ. ഇത്തരത്തിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഡെപ്റ്റുകളെ അല്ലെങ്കിൽ അത്തരം ലോണുകളെയാണ് എന്ന് പറയുന്നത് ഇറെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെപ്റ്റ് ഈസ് ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ്. അതിൽ ആദ്യമായിട്ട് ഷോർട്ട് ടേം ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻകേർഡ് ഫോർ പീരിയഡ് ഫ്രം 3 months to 1 year അല്ലേ. 3 മാസം മുതൽ 1 വർഷം വരെ മെച്യൂരിറ്റി പീരീഡുള്ള ലോണുകളെയാണ് ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത്. ജനറലി ഫോർ കവറിങ് ടെമ്പററി ഡെഫിസിറ്റ്സ് ഇൻ ബഡ്ജറ്റ്സ് അല്ലേ. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഡെഫിസിറ്റുകൾ നമ്മളുടെ ബഡ്ജറ്റുകളിൽ, ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ പെട്ടെന്നുണ്ടാകുന്ന ഡെഫിസിറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം ലോൺസ് ഗവൺമെൻറ് എടുക്കുന്നത്. ഓക്കെ, ദെൻ മീഡിയം ടേം ലോൺസ് മീൻസ് ആർ ദോസ് വിച്ച് ആർ ഒബ്റ്റൈൻഡ് ഫോർ മോർ ദാൻ എ ഇയർ ആൻഡ് ലെസ് ദാൻ 10 years അല്ലേ. 1 വർഷത്തിൽ കൂടുതലും അതേപോലെ തന്നെ 10 വർഷത്തിൽ താഴെയും മെച്യൂരിറ്റി നിലനിൽക്കുന്ന ഡെപ്റ്റുകളെയാണ് മീഡിയം ടേം ലോൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോർ വാർ ഫിനാൻസ്, മീറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ എക്സെട്ര. ഓക്കെ, ഇതൊക്കെ മീഡിയം ടേം ലോൺസ് ആണ്. Then long term loans means it is repayable after a long period, generally for a period of 10 years and above. 10 വർഷം അതിൽ കൂടുതലോ സമയമെടുത്തുകൊണ്ട് തിരിച്ചടയ്ക്കുന്ന തരത്തിലുള്ള ലോണുകളാണ് ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത്. ജനറലി ഫോർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ long term and short term, medium term loans. The next type of debt is funded and unfunded debt. Funded debt is a long-term debt, usually for creation of permanent asset. Provision is made for repayment of loan. Funded debt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ലോങ് ടേം ഡെറ്റ് ആണ്. ഫോർ ക്രിയേഷൻ ഓഫ് പെർമനൻറ്റ് അസറ്റ് അല്ലേ. സ്ഥിരമായിട്ടുള്ള ഒരു ആസ്തി ഗവൺമെൻറ്റിന് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഫണ്ടഡ് ഡെപ്സുകൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു ആസ്തി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കടം വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ ഫണ്ടഡ് ഡെപ്സ് എന്ന് പറയും. ദെൻ അൺഫണ്ടഡ് ഡെപ്റ്റ് ഈസ് എ ഷോർട്ട് ടേം ഡെപ്റ്റ് ഫോർ മീറ്റിംഗ് ദ കറൻറ്റ് നീഡ്സ് ആൻഡ് പെയ്ഡ് ഓഫ് വിത്തിൻ എ ഇയർ. ഓക്കെ, അതായത് അൺഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഷോർട്ട് ടേം ഡെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യമായിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന ഡെഫിസിറ്റൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അൺഫണ്ടഡ് ഡെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ മാർക്കറ്റബിൾ ആൻഡ് നോൺ മാർക്കറ്റബിൾ ഡെപ്റ്റ്സ്. In case of marketable loan, the securities are traded or negotiable in the open market. Government securities, ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിനകത്ത് വിൽപ്പന നടത്തിക്കൊണ്ട് ലോണ് കണ്ടെത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് മാർക്കറ്റബിൾ ലോൺ എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഫേംസിനോ ഈ കടപ്പത്രങ്ങളുടെ വഴിയോ ഷെയർസുകളുടെ വഴിയിലൊക്കെ എന്താണ് വിൽപ്പന നടത്തുന്നു, അതുവഴി ഫണ്ട് കണ്ടെത്തുന്നതാണ് മാർക്കറ്റബിൾ ലോൺ എന്ന് പറയുന്നത്. ദെൻ ഇഫ് ദ ബോണ്ട്സ് ആർ tradable in the stock market, it is non negotiable or non marketable loan അല്ലേ. ഈ ബോണ്ടുകൾ ഓപ്പൺ മാർക്കറ്റിലല്ലാതെ ട്രേഡ് മാർക്കറ്റിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും, നോൺ മാർക്കറ്റബിൾ ഡെപ്റ്റ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ ഗ്രോസ് ആൻഡ് നെറ്റ് ഡെപ്റ്റ്. ഗ്രോസ് ഡെപ്റ്റ്
റെഫേഴ്സ് ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എനി ടൈം. ഓക്കെ, അതായത് എത്ര കടം എടുത്തിട്ടുണ്ട് അതിനെയാണ് ഗ്രോസ് ഡെപ്റ്റ്. ഗവൺമെൻറ് എത്ര ജനങ്ങളിൽ നിന്നോ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ട് അതിനെയാണെന്ന് പറയുന്നത് ഗ്രോസ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡെപ്റ്റ്. ദെൻ നെറ്റ് ഡെപ്റ്റ് റെഫേഴ്സ് ടു ഗ്രോസ് ഡെപ്റ്റ് മൈനസ് ഫണ്ട്സ് എയർമാർക്ക്ഡ് ഫോർ റീപേയ്മെൻറ്റ്, അല്ലേ? അതായത് റീപേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഫണ്ടുകൾ, ലോണുകൾ, അത് ഗ്രോസ് ഡെപ്റ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ അനദർ ക്ലാസിഫിക്കേഷൻ. ദെൻ there are some other classifications provided by Mrs. Higgs, that is dead weight debts, passive debt and active debts. അപ്പോൾ dead weight debts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this do not increase the productive powers of the country. ഓക്കെ, ഉൽപ്പാദനക്ഷമമല്ലാത്ത കടങ്ങളെയാണ് ഡെഡ് വെയ്റ്റ് ഡെപ്സ് എന്ന് പറയുന്നത്. ദെൻ പാസീവ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡസ് നോട്ട് ഈൽഡ് മണി ഇൻകം ആൻഡ് ഡസ് നോട്ട് ഇൻക്രീസ് പ്രൊഡക്റ്റീവ് പവേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ ഡെഡ് വെയ്റ്റ് ഡെപ്റ്റ്. അതായത് ഇൻകം ഏൺ ചെയ്യാത്ത തരത്തിലുള്ള കടങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കടം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത്തരം ഡെപ്റ്റുകളെ എന്ന് പറയും പാസീവ് ഡെപ്റ്റ് എന്ന് പറയും. ദെൻ ആക്റ്റീവ് ഡെപ്റ്റ്സ് മീൻസ് ക്രിയേഷൻ ഓഫ് അസറ്റ്സ് വിച്ച് ഡു നോട്ട് ഇൻക്രീസ് ദ പ്രൊഡക്റ്റീവ് പവർ ഓഫ് ദ കമ്മ്യൂണിറ്റി, അല്ലേ? ആക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലൊന്നും വർധനവ് ഉണ്ടാക്കുന്നില്ല. അത്തരം ഡെപ്റ്റുകൾ എന്ന് പറയും ആക്റ്റീവ് ഡെപ്റ്റ്സ് എന്ന് പറയും. ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻസ് ഗിവൺ ബൈ മിസ്സിസ് ഹിഗ്സ്. ദെൻ റിഡക്ഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ഈ പബ്ലിക് ഡെപ്റ്റ് എങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് തിരിച്ചടവ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഗവൺമെൻറ് ബോറോസ് വിത്ത് എ പ്രോമിസ് ടു റീപേ ദ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പലിശയും കൂട്ടിയിട്ട് തിരിച്ചടയ്ക്കാമെന്നുള്ള പ്രോമിസോട് കൂടിയിട്ടാണ് കടം ഗവൺമെൻറ് എടുക്കുന്നത്. ഗ്രോവിങ് പബ്ലിക് ഡെപ്റ്റ് മീൻസ് ഇൻക്രീസിങ് ബർഡൻ ആൻഡ് ഗ്രേറ്റർ ടാക്സേഷൻ ഇൻ ഫ്യൂച്ചർ വിച്ച് ഹാസ് ഡിമോറലൈസിങ് എഫക്റ്റ്. ഓക്കെ, എക്കണോമിയിൽ കടം പെരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ജനങ്ങളുടെ മേലിലുള്ള ബർഡൻ, ഓക്കെ, അവരുടെ ബാധ്യത വർദ്ധിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഭാവിയിൽ അത് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് തന്നെ വരും. ഇഫ് ഗവൺമെൻറ് ഫെയിൽസ് ടു മീറ്റ് ദ പ്രീവിയസ് ഒബ്ലിഗേഷൻസ് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു റേസ് ന്യൂ ലോൺസ് ഇൻ ദി ഫ്യൂച്ചർ. ഓക്കെ, ആദ്യം കാലങ്ങൾ ഈ ഡെപ്റ്റ് എടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ ലോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിട്ട് തീരും. റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കടം തിരിച്ചടയ്ക്കുന്നത്, ഗവൺമെൻറ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം എടുക്കുമ്പോഴും അവ എങ്ങനെയാണ് തിരിച്ചടവ് നടത്തുന്നത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ് മീൻസ് റീപേയ്മെൻറ്റ്, അല്ലേ? പബ്ലിക് ഡെപ്റ്റ് എങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നത് എന്നുള്ളതാണ് ഈ റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് റെപ്യൂഡിയേഷൻ. റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത് കടം തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു രീതിയാണ്. ഗവൺമെൻറ് റെഫ്യൂസസ് ടു റീപേ ദ ഡെപ്റ്റ്. ഗവൺമെൻറ് ഡസ് നോട്ട് റെക്കഗ്നൈസ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ ടു റീപേ ദ ലോൺ, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ഇൻട്രസ്റ്റ്. ഓക്കെ, ഗവൺമെൻറ് ഡസ് നോട്ട് റെക്കഗ്നൈസ്, അത് കൂടുതലും ഈ ഒരു ജനങ്ങളുടെ മുകളിൽ നിന്ന് തന്നെ ഈ ഫണ്ട് കണ്ടെത്തുന്ന രീതിയാണ് റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. കടം ഗവൺമെൻറ് വരുത്തി വയ്ക്കുന്നു പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ജനങ്ങളിൽ നിന്ന് തന്നെ ടാക്സ് ആയിട്ടും മറ്റുള്ള രീതിയിലും കളക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് റെപ്യൂഡിയേഷൻ. യൂണിലാറ്ററൽ ഡിസിഷൻസ് ഓഫ് ദ ബോറോവർ മെത്തേഡ്സ്. അതിൽ യൂണിലാറ്ററൽ ഡിസിഷൻസ് ഓഫ് ദ ബോറോവർ, അതായത് ഗവൺമെൻറ്റിൻ്റെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ഒരു റീപേയ്മെൻറ്റ് നടത്തുന്നത്. ദെൻ അതിൽ പ്രധാനമായിട്ടുള്ള മെത്തേഡ്സ് റെപ്യൂഡിയേഷൻ രണ്ട് തരത്തിലാണുള്ളത്. പാർഷ്യൽ റെപ്യൂഡിയേഷൻ ആൻഡ് റെപ്യൂഡിയേഷൻ ബൈ മീൻസ് ഓഫ് ഇൻഫ്ലേഷൻ ഓഫ് കറൻസി. Partial repudiation means government either repays the interest or part of principal only. That is partial repudiation. Repudiation by means of inflation of currency. Then ഇൻഫ്ലേഷൻ ഓഫ് കറൻസിയിൽ ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കടം തിരിച്ചടയ്ക്കുന്നതിനെയാണ് റെപ്യൂഡിയേഷൻ ബൈ മീൻസ് ഓഫ് ഇൻഫ്ലേഷൻ ഓഫ് കറൻസി എന്ന് പറയുന്നത്. Then next is cancellation. That is also a method of repayment of public debt. The debt is not repaid, agreed upon by lender and borrower. അല്ലേ, കടം കൊടുക്കുന്ന ആളും അതേപോലെ തന്നെ വാങ്ങുന്ന ആളും തമ്മിലൊരു അഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ തിരിച്ചടയ്ക്കേണ്ടാത്തതായിട്ടുള്ള കടങ്ങൾ അതിനെയാണ് ഈ ഒരു ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബൈലാറ്ററൽ ഡിസിഷനാണ്, അല്ലേ? അത് ലെൻഡറും ബോറോവറും തമ്മിലുള്ള എടുക്കുന്ന തീരുമാനങ്ങളാണ്. ദാറ്റ് ഈസ് ക്യാൻസലേഷൻ. അത് എഴുതി തള്ളുന്ന രീതിയിൽ ഈ ഡെപ്റ്റ് ദാറ്റ് ഈസ് നോട്ട് റീപെയ്ഡ്, ദാറ്റ് ഈസ് കാൾഡ് ക്യാൻസലേഷൻ. Then refunding. It is a process of replacing maturing bonds by issue of new bonds.
ഓക്കെ, പുതിയ മെച്യൂറിങ് ബോണ്ട്സുകൾ, കാലാവധി എത്തിയിട്ടുള്ള ഈ ബോണ്ടുകളൊക്കെ വീണ്ടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും പുതിയ ബോണ്ടുകളായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റീഫണ്ടിങ് എന്ന് പറയുന്നത്. യൂഷ്വലി ഡൺ ടു മീറ്റ് ദ മെച്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്. ഷോർട്ട് ടേം ലോൺസ് ആർ റീപ്ലേസ്ഡ് ബൈ ലോങ് ടേം ലോൺസ്. പ്രോസസ് ഓഫ് പോസ്റ്റ്പോണ്ടിങ് ഡെപ്റ്റ് റീപേയ്മെൻറ്റ്. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം, ഈ കടം പുതുക്കുക എന്ന് പറയില്ലേ, ദാറ്റ് ഈസ് റീഫണ്ടിങ് അല്ലേ. അതായത് പഴയ ബോണ്ടുകൾ അവ വീണ്ടും എന്താണ് പുതിയ കടം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് പുതിയ വായ്പ അതിൽ തന്നെ എടുക്കുന്ന രീതിയാണ് റീഫണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ കൺവേർഷൻ മീൻസ് ചേഞ്ചിങ് ഓൾഡ് ലോൺ ഇൻ ടു എ ന്യൂ വൺ. പഴയ ലോണുകൾ പുതിയ ലോണുകളാക്കി മാറ്റുന്നതിനാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ലോൺ ഈസ് നോട്ട് റീപെയ്ഡ് ബട്ട് ഫ്രം ഫോം ഓഫ് ഡെപ്റ്റ് ഈസ് ചേഞ്ച്ഡ്. ഓക്കെ, ഈ ഒരു കൺവേർഷനകത്ത് കടം മുഴുവനായിട്ടും അടച്ചു തീർക്കുന്നില്ല, പക്ഷേ ആ ഡെപ്റ്റിൻ്റെ ആ ഒരു ഫോമിൽ മാറ്റം സംഭവിക്കുന്നു. ദെൻ കൺവേർഷൻ ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് അല്ലെ. ഇൻട്രസ്റ്റ് റേറ്റ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ അതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺവേർഷൻ. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കടം പുതുക്കുക വഴി എന്താണ് പുതിയ ഇൻട്രസ്റ്റ് റേറ്റിൽ കടം തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കൺവേർഷൻ. ദെൻ സിങ്കിങ് ഫണ്ട്, മോസ്റ്റ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡെപ്റ്റ് റിഡംഷൻ. ഇതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഗവൺമെൻറ്റിൻ്റെ കടം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ദ ഗവൺമെൻറ് സെറ്റ്സ് എ പാർട്ട് എ സെർട്ടൻ സം ഓഫ് മണി എവരി ഇയർ. ദ ബാലൻസസ് ആർ ഓൾസോ ഇൻവെസ്റ്റഡ് ആൻഡ് ഇൻട്രസ്റ്റ് അക്യൂറിങ് ടു ദെം ആർ ഓൾസോ ക്രെഡിറ്റഡ് അല്ലേ. അതായത് ഗവൺമെൻറ് ഒരു സെർട്ടൻ മണി ഓരോ വർഷവും കണ്ടെത്തുന്നു. ദെൻ അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഈ കടം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിങ്കിങ് ഫണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൂടെ ഈ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കടം തിരിച്ചടയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഈ സിങ്കിങ് ഫണ്ട് മെത്തേഡിലൂടെ സ്വീകരിക്കുന്നത്. Then there are two types of sinking fund, that is certain sinking fund and uncertain sinking fund. Certain sinking fund എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സെറ്റ്സ് എ ഫിക്സഡ് സം ഓഫ് മണി എവരി ഇയർ ടു ക്ലിയർ ഓഫ് ഡെപ്റ്റ്സ്. എല്ലാ വർഷവും ഒരു നിശ്ചിത തുക കണ്ടെത്തുകയാണ്, ദാറ്റ് ഈസ് സർട്ടൻ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ അൺസർട്ടൻ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗവൺമെൻറ് ഡെപ്പോസിറ്റ് വേരിയിങ് എമൗണ്ട് ഓഫ് മണി ഇൻ ടു ദ ഫണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബഡ്ജറ്റ് സർപ്ലസ്. ബഡ്ജറ്റിലെ സർപ്ലസിൽ വരുന്ന വ്യത്യാസങ്ങളനുസരിച്ചുകൊണ്ട് സർട്ടൻ എമൗണ്ട് അല്ല, വ്യത്യസ്ത തുകകൾ ഓരോ വർഷവും നിക്ഷേപം നടത്തുന്നു. ഒരേ എമൗണ്ട് അല്ല അവിടെ നിക്ഷേപിക്കുന്നത്, വ്യത്യസ്ത തുകകളാണ് നിക്ഷേപിക്കുന്നത്. ദാറ്റ് ഈസ് അൺസർട്ടൻ sinking fund. Then terminal annuities, that is also a type of debt redemption. It refers to the arrangements to settle a part of public debt every year. The debt is redeemed in equal installments for principal and interest. These yearly payments are annuities. Terminal annuities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കടമെടുത്തിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും ചേർത്തുകൊണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ഓരോ ഇയറിലും അല്ലെങ്കിൽ ഇയർലി പേയ്മെൻറ്റ്സ് ആയിട്ട് നടത്തും. ദാറ്റ് ഈസ് കാൾഡ് ടെർമിനൽ അന്യൂയിറ്റീസ്. Then there are two methods of these terminal annuities. So serial bond redemption, lottery method. Then the debt will be redeemed in the installments in serial number order. ഓക്കെ, അതായത് സീരിയൽ നമ്പർ ഓർഡറിൽ ഡെപ്റ്റ് റിഡംഷൻ നടത്തുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയും, സീരിയൽ ബോണ്ട് റിഡംഷൻ എന്ന് പറയും. ദെൻ ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്സ് വിൽ നോട്ട് ബി ക്ലിയർഡ് ഓൺ ദ ബേസ് ഓഫ് ലോട്ട്സ് ഓഫ് ബിഹാഫ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. അതായത് ലോട്ടുകൾ എടുത്തുകൊണ്ട് അതിൽ ഏത് ലോൺസ് റിഡീം ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ലോട്ടുകൾ എടുത്തുകൊണ്ട് റിഡംഷൻ നടത്തുന്നതിനാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ലെവി. Capital levy is also a debt redemption method. Heavy tax on property and certain assets exclusively for repayment of debt. അല്ലേ, ഈ ക്യാപിറ്റൽ അസറ്റ്സിന് മുകളിൽ കൂടുതൽ നികുതി ചുമത്തിക്കൊണ്ട് ആ റവന്യൂ ഉപയോഗിച്ചുകൊണ്ട് ഡെറ്റ് റിഡംഷൻ നടത്തുന്നതാണ് ക്യാപിറ്റൽ ലെവി എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എക്കണോമിയിൽ മൂലധന ആസ്തികൾ അല്ലേ. അത്തരം ആസ്തികൾക്ക് മുകളിൽ കൂടുതൽ നികുതി ചുമത്തിക്കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഡെപ്റ്റ് റിഡംഷൻ നടത്തുന്നത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെവി. വൺ ടൈം ടാക്സ് ഈസ് നോട്ട് ലെവിഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ക്യാപിറ്റൽ അസറ്റ്സ് ബിലോ എ സർട്ടൻ വാല്യൂ ആർ നോട്ട് ടാക്സ്ഡ്. ഫേവേർഡ് ബൈ റിക്കാർഡോ ആൻഡ് പിഗു ടു റീപേ ഹെവി ഡെപ്റ്റ്സ്. എക്സാമ്പിൾ വാർ ഡെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ്സുകൾ ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ കൈവശം വെച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ എന്താണ് ഡെപ്റ്റ് റിഡംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെവി.
ദെൻ റിഡപ്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഡെപ്സ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ടൈപ്സ് ഓഫ് ഡെപ്സിൽ ഇൻറ്റേർണലും എക്സ്റ്റേണലും. എക്സ്റ്റേണൽ ഡെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കടമെടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് എക്സ്റ്റേണൽ ഡെപ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണലായിട്ട് മറ്റുള്ള ഗവൺമെൻറ്റുകളിൽ നിന്നൊക്കെ കടമെടുക്കുന്നതിന്. ദെൻ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഡെപ്സ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് തിരിച്ചടയ്ക്കുക എന്നുള്ളത് നോക്കാം. പോസിബിൾ ഓൺലി ത്രൂ ഏണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുക വഴി മാത്രമേ ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഡെപ്സുകൾ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. ഡൺ ബൈ ക്രിയേറ്റിംഗ് എക്സ്പോർട്ട് സർപ്ലസ്, അല്ലേ? അതിന് കൂടുതലായിട്ട് ഇക്കണോമിയിൽ നിന്ന് എക്സ്പോർട്ട്സ് നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് കമ്മോഡിറ്റീസ് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫോറിൻ എക്സ്ചേഞ്ചിൽ വർധനവുണ്ടാവുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ഡെറ്റ് റിഡംഷൻ നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇഫ് ഫോറിൻ ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ദോസ് ഏരിയാസ് ഓഫ് എക്സ്പോർട്ട് പ്രൊഡ്യൂസിങ് ഗുഡ്സ്, ലോൺസ് മേ ബി ഈസിലി റീപെയ്ഡ്. ഓക്കെ, ഇത്തരത്തിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിന് മുകളിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പോർട്ട് ഏണിങ്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റേണൽ ഡെപ്സുകൾ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. ഇഫ് ലോൺസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസസ്, എക്സ്പോർട്ട് സർപ്ലസ് മേ ഇൻക്രീസ് കോസ്റ്റ് ഓഫ് ഹോം കൺസംഷൻ ആൻഡ് ഇൻക്രീസ് ബർഡൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഡെപ്റ്റ് അൺപ്രൊഡക്റ്റീവ് പർപ്പസസിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇക്കണോമിയിൽ കൂടുതൽ ബർഡൻ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് പുതിയ പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് കടമെടുത്ത് IMF നിന്നൊക്കെ കടമെടുത്ത് ഇവിടെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ തിരിച്ചടയ്ക്കുന്നതിന് ഗുണകരമായിട്ട് മാറും. അതല്ല അൺപ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ ഡെഡ് വെയ്റ്റ് ഡെപ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ട് യാതൊരുവിധ എക്സ്ട്രാ ഏണിങ്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവ തിരിച്ചടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ദാറ്റ് ക്രിയേറ്റ്സ് ബർഡൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്, അല്ലേ? ജനങ്ങളുടെ മുകളിൽ കൂടുതൽ ഭാരം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന പബ്ലിക് ഡെപ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു, അല്ലേ? ഡെപ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ റിഡംഷൻ എന്തൊക്കെ രീതിയിലാണ് നടത്തുന്നത് എന്നുള്ളതൊക്കെ പരിചയപ്പെട്ടു. ഓക്കെ, so that is all about today's class. We will meet in the next class with the another topic. Thank you.